നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം ഈ ദിനത്തിലെ 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ രാഷ്ട്രീയ പോര്. വിവാദങ്ങളോട് പ്രതികരിക്കാതെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സഹായിച്ചതിന് നന്ദിയെന്ന് മാധ്യമങ്ങൾക്ക് പരിഹാസം. അട്ടിമറിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മലപ്പുറത്ത് വോട്ടുള്ള ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ തൃശൂരിൽ വോട്ട് ചെയ്തത് ജില്ലാ നേതാവിന്റെ വിലാസത്തിൽ. ബി.ജെ.പിക്കെതിരെ രൂക്ഷ വിമർശനവുമായി വി.ഡി. സതീശൻ. പരാതിയുള്ളവർ കോടതിയെ സമീപിക്കട്ടെ എന്ന് ബി.ജെ.പി. വോട്ട് കൊള്ളയാരോപണത്തിൽ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ബി.ജെ.പിയുടെ മറുപടി. ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നതിന് മുൻപേ സോണിയാഗാന്ധി വോട്ടർ പട്ടികയിൽ ഇടം നേടിയെന്ന ആരോപണം. വയനാട്ടിൽ വോട്ടർ പട്ടികയിൽ 1 ലക്ഷത്തോളം സംശയ വോട്ടുകളെന്ന് അനുരാഗ് സിംഗ് ഠാക്കൂർ. പ്രതിപക്ഷ നേതാക്കൾ ജയിച്ച 6 മണ്ഡലങ്ങളിൽ വ്യാജ വോട്ടേഴ്സ് എന്ന് ബി.ജെ.പി. ആരോപണങ്ങൾ വയനാട്ടിൽ വിലപ്പോകില്ലെന്ന് ടി സിദ്ദിഖ്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരിഹസിച്ച് രാഹുൽ ഗാന്ധി. വോട്ടർ പട്ടികയിൽ മരിച്ചതായി രേഖപ്പെടുത്തിയ 7 വോട്ടേഴ്സിനൊപ്പം ചായ കുടിക്കുന്ന വീഡിയോ പങ്കുവച്ചു. മരിച്ചവർക്കൊപ്പം ചായ കുടിക്കാൻ അവസരം നൽകിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നന്ദിയെന്ന് രാഹുൽ ഗാന്ധി. തദ്ദേശ വോട്ടർ പട്ടികയിലും ക്രമക്കേട് ആരോപണവുമായി യു.ഡി.എഫും ബി.ജെ.പിയും. കോഴിക്കോട് കോർപ്പറേഷനിലെ മാറാട് ഡിവിഷനിൽ ഒരു വീട്ടുനമ്പറിൽ 327 വോട്ടുകൾ ചേർത്തെന്ന് മുസ്ലിം ലീഗ്. CPIM നിർദ്ദേശപ്രകാരം വോട്ടെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമമെന്ന് M.K. മുനീർ. തിരുവനന്തപുരത്ത് വ്യാപക ക്രമക്കേട് ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ബി.ജെ.പി. വിഭജന ഭീതി ദിനാചരണത്തെ ചൊല്ലി സർക്കാർ ഗവർണർ പോര് രൂക്ഷം. വിഭജന ഭീതി ദിനാചരണം നടത്തരുതെന്ന് കോളേജുകൾക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. ക്യാമ്പസുകളിൽ എന്തു പരിപാടി നടത്തണമെന്ന് പറയാൻ വിസിമാർക്ക് അധികാരമില്ലെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ദിനാചരണം നടത്തുമെന്ന് സാങ്കേതിക സർവകലാശാല VC. കേരള സർവകലാശാലയിൽ ചാൻസലറുടെയും VC-യുടെയും കോലം കത്തിച്ച് SFI. തമിഴ്നാട് രാജ്ഭവനിൽ വിഭജന ഭീതി ദിനം ആചരിക്കും. വിഭജന സ്മരണകളുമായി നാളെ പ്രത്യേക ചിത്ര പ്രദർശനം. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ഇടപെട്ട് സുപ്രീം കോടതി. VC-മാരെ നിശ്ചയിക്കാനുള്ള സെർച്ച് കമ്മിറ്റി കോടതി രൂപീകരിക്കും. 4 പേരുകൾ വീതം നൽകാൻ സർക്കാരിനും ചാൻസലർക്കും നിർദ്ദേശം. ദേശീയപാതയിലെ പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ പൊതുജനങ്ങൾക്ക് തുറന്നു നൽകണമെന്ന് ഹൈക്കോടതി. ഇടക്കാല ഉത്തരവിൽ കോടതി ഭേദഗതി വരുത്തി. സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങളെ തടയാവൂ എന്നും നിർദ്ദേശം. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ റഷ്യയിലേക്ക്. നീക്കം ഇന്ത്യ അമേരിക്ക തീരുവ യുദ്ധത്തിനിടെ. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ചർച്ചയ്ക്ക് സാധ്യത. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി അടുത്തയാഴ്ച ഇന്ത്യയിലെത്തും. കോതമംഗലത്ത് 23-കാരിയുടെ ആത്മഹത്യയിൽ NIA അന്വേഷണത്തിൽ ഉറച്ച് കുടുംബം. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് സിറോ മലബാർ സഭ. കുടുംബത്തെ സന്ദർശിച്ച് കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസിന് കോടതിയിലും തിരിച്ചടി. നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ ഹർജി എറണാകുളം സബ് കോടതി നിരാകരിച്ചു. എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്നും പോരാട്ടം തുടരുമെന്നും സാന്ദ്ര തോമസ്. PV അൻവർ വായ്പയെടുത്ത് തട്ടിച്ചുവെന്ന പരാതിയിൽ മലപ്പുറത്തെ കേരള ഫിനാൻസ് കോർപ്പറേഷൻ ഓഫീസിൽ വിജിലൻസിന്റെ പരിശോധന. 2015 എടുത്ത വായ്പ നിലവിൽ 22 കോടിയായി. KFCക്ക് ഭീമമായ നഷ്ടം വരുത്തിയെന്നാണ് കണ്ടെത്തൽ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്ര സർക്കാരിന് അവസാന അവസരം നൽകി ഹൈക്കോടതി. തീരുമാനം സെപ്റ്റംബർ 10 അറിയിക്കാൻ നിർദ്ദേശം. കോടതി ഇടപെടൽ. വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്ര തീരുമാനം അറിയിക്കാത്തതിനെ തുടർന്ന്. തലശ്ശേരി ആർച്ച് ബിഷപ്പിനെതിരായ പരാമർശത്തിൽ ഉറച്ച് CPIM സംസ്ഥാന സെക്രട്ടറി. അവസരവാദ നിലപാടുകൾ സ്വീകരിക്കുന്നവരെ അവസരവാദികൾ എന്ന് തന്നെ വിളിക്കും. വിമർശനം തെറ്റായ നിലപാട് സ്വീകരിക്കുന്നവർക്കെതിരെയെന്നും MV ഗോവിന്ദൻ. പാലിയേക്കരയിൽ കരാർ കമ്പനിയുടെ പ്രതികാര നടപടി. ആംബുലൻസ് അടക്കം പൊതുജനങ്ങൾക്ക് നൽകിയ എല്ലാ സേവനങ്ങളും നിർത്തിവെച്ചു. റോഡിലെ പുനർടാറിംഗും നടത്തില്ല. നടപടി ഹൈക്കോടതി ടോൾ പിരിക്കൽ നിർത്തിവെച്ചതോടെ. മാസപ്പടി കേസിൽ ഷോൺ ജോർജിന് തിരിച്ചടി. അന്വേഷണ രേഖകളുടെ പകർപ്പ് ആവശ്യപ്പെട്ടുള്ള ഷോൺ ജോർജിന്റെ ഹർജി ഹൈക്കോടതി അംഗീകരിച്ചില്ല. കോടതി തള്ളിയത് CMRL നിന്ന് SFIO കസ്റ്റഡിയിലെടുത്ത രേഖകളുടെ പകർപ്പ് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി. ജൈനമ്മ കൊലക്കേസിൽ പ്രതി സെബാസ്റ്റ്യന് കുരുക്കുമുറുക്കി പോലീസ്. സെബാസ്റ്റ്യന് എതിരെ ചുമത്തിയതിൽ തട്ടിക്കൊണ്ടുപോകൽ വകുപ്പും. പോലീസ് നടപടി കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ കുറ്റങ്ങൾ ചുമത്തിയതിന് പിന്നാലെ.
കോഴിക്കോട് പുളിയാവ് നാഷണൽ കോളേജിലെ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതികളായ 5 പേരെയും കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കേസിൽ 2 സീനിയർ വിദ്യാർത്ഥികൾ റിമാൻഡിൽ. ഇന്ത്യക്കെതിരെ വീണ്ടും പ്രകോപന പരാമർശവുമായി പാകിസ്ഥാൻ. സിന്ധു നദിയിലെ വെള്ളം തടയുന്നത് യുദ്ധമായി കണക്കാക്കുമെന്ന് പാക് പ്രധാനമന്ത്രി. ഇന്ത്യയെ പാഠം പഠിപ്പിക്കുമെന്നും ഷഹബാസ് ഷെരീഫ്. ജമ്മുകശ്മീരിലെ ഉറിയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തി സേന, ഒരു സൈനികന് വീരമൃത്യു. മേഖലയിൽ സേനാ നീക്കം തുടരുന്നു. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയുടെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടി. അടുത്ത മാസം 8 വരെ കസ്റ്റഡി നീട്ടി ഡൽഹി പട്യാല ഹൌസ് കോടതി. റാണയെ ഹാജരാക്കിയത് വീഡിയോ കോൺഫറൻസ് വഴി. ദുബായിൽ തൊഴിൽ വാഗ്ദാനം ചെയ്ത് വൻ തട്ടിപ്പ്. കൊച്ചി വൈറ്റിലയിലെ ചാർട്ടേഡ് എയർ ട്രാവൽസിനെതിരെ ഗുരുതര പരാതി. ടാക്സി കമ്പനിയിൽ ജോലിക്കായി ദുബായിലെത്തിയ മലയാളികൾ കഴിയുന്നത് ദയനീയ അവസ്ഥയിൽ. 300ഓളം ഉദ്യോഗാർത്ഥികളുടെ പരാതിയിൽ കേസെടുത്ത് മരട് പോലീസ്. ഡൽഹിയിലെ തെരുവുനായ ശല്യത്തെപ്പറ്റിയുള്ള ഹർജി 3-അംഗ ബെഞ്ചിന് വിട്ട് ചീഫ് ജസ്റ്റിസ്. കോടതി സ്വമേധയാ കേസ് JB പർദിവാലയുടെ ബെഞ്ചിൽ നിന്ന് മാറ്റി. നടപടി ഡൽഹിയിലെ തെരുവുനായ്ക്കളെ മുഴുവൻ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റണമെന്ന ഉത്തരവിനെതിരെ പ്രതിഷേധം ഉയർന്നതോടെ. കോഴിക്കോട് മുക്കത്ത് തെരുവുനായ ആക്രമണം. സ്കൂൾ വിട്ടുപോകുകയായിരുന്ന വിദ്യാർത്ഥിക്ക് നേരെ തെരുവുനായയുടെ ആക്രമണം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് 2 മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തു. തടവ് പുള്ളിയുടെ അടിവസ്ത്രത്തിൽ നിന്ന്, ശുചിമുറിയിൽ നിന്നുമാണ് മൊബൈൽ ഫോണുകൾ കണ്ടെടുത്തത്. കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ കുത്തേറ്റു മരിച്ച ഡോക്ടർ വന്ദനാദാസിന്റെ സ്മരണയ്ക്കായി ആശുപത്രി തുടങ്ങി മാതാപിതാക്കൾ. കടുത്തുരുത്തി മധുരവേലിയിലാണ് ആശുപത്രി. ഈ മാസം 17-ന് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പാണ്ടിക്കാട് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി. കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത് അവധിക്കെത്തിയ വട്ടിപ്പറമ്പത്ത് ഷമീറിനെ. 1.5 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ബിസിനസ് പങ്കാളിക്ക് വാട്സാപ്പ് കോൾ. മുംബൈയിൽ 12-കാരിയായ ബാംഗ്ലാദേശി പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി. 3 മാസത്തിനിടെ 220-ലേറെ പേരാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. സംഭവത്തിൽ ബാംഗ്ലാദേശികളടങ്ങിയ സംഘം പിടിയിൽ. സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. യുവമോർച്ച പുനഃസംഘടനയെ ചൊല്ലി സംഘടനയ്ക്കുള്ളിൽ അതൃപ്തി പുകയുന്നു. തന്നെ തഴഞ്ഞതിൽ എറണാകുളം ജില്ലാ പ്രസിഡന്റായിരുന്ന വൈശാഖ് രവീന്ദ്രൻ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയെ പ്രതിഷേധം അറിയിച്ചു. തിരുവനന്തപുരം തട്ടത്തുമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പലിനെ പൂട്ടിയിട്ട സംഭവത്തിൽ 5 SFI പ്രവർത്തകർക്കെതിരെ കേസ്. പോലീസ് നടപടി പ്രിൻസിപ്പലിന്റെ പരാതിയിൽ. സ്കൂൾ തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള തർക്കത്തിന് പിന്നാലെയായിരുന്നു അതിക്രമം. കാസർഗോഡ് മഞ്ചേശ്വരത്ത് 2 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേർ പിടിയിൽ. വടകര സ്വദേശി അഫ്സൽ, തലശ്ശേരി സ്വദേശി അഷ്റഫ് എന്നിവരാണ് പിടിയിലായത്. മലപ്പുറം കൊണ്ടോട്ടിയിൽ 9 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി പിടിയിൽ. അറസ്റ്റിലായത് ഐക്കരപ്പടി സ്വദേശി കമ്മദ്. കേസ് ഒതുക്കി തീർക്കാൻ പ്രാദേശിക മുസ്ലിം ലീഗ് നേതാക്കൾ ശ്രമിച്ചുവെന്ന് കുടുംബം. വയനാട് കൽപ്പറ്റയിൽ തമ്മിൽ തല്ലി സ്കൂൾ വിദ്യാർത്ഥികൾ. കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിലാണ് വിദ്യാർത്ഥികളുടെ കൂട്ടയടി. യാത്രക്കാരും ബസ് ജീവനക്കാരും കച്ചവടക്കാരും ഇടപെട്ട് രംഗം ശാന്തമാക്കി. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് ഫണ്ട് പിരിവിൽ കാട്ടാക്കടയിൽ ക്രമക്കേട് ആരോപിച്ചവർക്കെതിരെ നടപടി. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അടക്കം 4 പേർക്ക് സസ്പെൻഷൻ. നടി ശ്വേതാ മേനോനെതിരായ കേസിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. മാധ്യമപ്രവർത്തകൻ MR അജയനാണ് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. പരാതിക്കാരനും അമ്മയിലെ മറ്റു ചില താരങ്ങളും തമ്മിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് വാദം. 100 ന്യൂസിലേക്ക് തിരികെ. കേരളത്തിൽ നിന്നുള്ള കൂടുതൽ വാർത്തകൾ നോക്കാം. വിദ്യാർത്ഥികൾക്കിടയിൽ വായനാശീലം വളർത്താൻ ഗ്രേസ് മാർക്ക് പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ മന്ത്രി. അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പാക്കാനാണ് ആലോചന. ഇതിനായി ആഴ്ചയിൽ 1 പീരീഡ് മാറ്റിവെക്കും. കലോത്സവത്തിൽ വായനയുമായി ബന്ധപ്പെട്ട 1 ഇനം കൂടി ഉൾപ്പെടുത്താൻ ആലോചിക്കുന്നുവെന്നും മന്ത്രി V ശിവൻകുട്ടി. 2024 സംസ്ഥാന കർഷക അവാർഡുകൾ കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് പ്രഖ്യാപിച്ചു. കാർഷിക മേഖലയിലെ മികച്ച തദ്ദേശ സ്ഥാപനമായി മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിനെ തെരഞ്ഞെടുത്തു.
ദുർഗാപുരി ആനപ്രേമി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ആനയൂട്ട് ഭക്തിസാന്ദ്രമായി. തെക്കൻ കേരളത്തിൽ കാലങ്ങളായി ആനയൂട്ട് നടത്തുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊല്ലത്തെ ഉമനല്ലൂർ ദുർഗാപുരി ക്ഷേത്രം. ഗജപൂജയും ആനയൂട്ട് കർമ്മവും കാണാൻ നിരവധി പേരാണ് എത്തിയത്. ഷൊർണൂർ നിലമ്പൂർ മേഖലയിലെ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരവുമായി പുതിയ മെമു സർവീസ്. നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനുകളെ ബന്ധിപ്പിച്ച് മെമു സർവീസിന് അംഗീകാരം നൽകിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. കോട്ടയം ജില്ലയുടെ 50ാമത് കലക്ടറായി ചേതൻകുമാർ മീണ ചുമതലയേറ്റു. കലക്ടറേറ്റിൽ എത്തിയ ചേതൻകുമാർ മീണയെ സ്ഥാനമൊഴിയുന്ന കലക്ടർ ജോൺ ബി സാമുവലും മറ്റുദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു. ആലപ്പുഴയിൽ കഞ്ചാവുമായി KSRTC കണ്ടക്ടർ പിടിയിൽ. മാവേലിക്കര ഭരണിക്കാവ് സ്വദേശി ജിതിൻ കൃഷ്ണയാണ് ഇരുചക്രവാഹനത്തിൽ കഞ്ചാവുമായി പോകുമ്പോൾ പിടിയിലായത്. കാസർഗോഡ് ബേക്കലിൽ ബൈക്ക് പാർക്ക് ചെയ്തതിനെ ചൊല്ലി സംഘർഷം. നടുറോഡിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. പോലീസ് എത്തിയ ആൾക്കൂട്ടത്തെ പിരിച്ചുവിട്ടു. കോഴിക്കോട് വീണ്ടും ലഹരിവേട്ട. വലിയങ്ങാടിയിൽ MDMAയുമായി യുവാവ് പിടിയിലായി. മാവൂർ സ്വദേശി PT അമീർ ഷർവാനാണ് പിടിയിലായത്. കോട്ടയം പ്ലാപ്പള്ളിയിൽ വ്യാജ മദ്യനിർമ്മാണ കേന്ദ്രം തകർത്ത് എക്സൈസ് 305 ലിറ്റർ വാഷും പിടിച്ചെടുത്തു. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന. ആലുവയിലെ മൈഗ്രേറ്റ് റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് കേസിലെ പ്രതി ടോജോയ്ക്ക് ജാമ്യം. ഹൈക്കോടതി അഭിഭാഷകൻ എന്ന പരിഗണനയിലാണ് ജാമ്യം നൽകിയത്. ഒന്നാം പ്രതി സ്ഥാപന ഉടമ നിഷയെ കോടതിയിൽ ഹാജരാക്കി. പാലക്കാട് വാടാനാംകുറിശി റെയിൽവേ ഗേറ്റിൽ പരിഭ്രാന്തി പരത്തി കാട്ടുപന്നി. ട്രെയിൻ കടന്നുപോകാൻ ഗേറ്റ് അടച്ചപ്പോഴാണ് കാട്ടുപന്നി പാളത്തിലൂടെ ഓടിയത്. ട്രെയിൻ ഹോണടിച്ച് എത്തിയതോടെ കാട്ടുപന്നി സമീപത്തെ പറമ്പിലേക്ക് ഓടിപ്പോയി. കൊട്ടാരക്കര കുന്നിക്കോട് വീണ്ടും തെരുവുനായ ആക്രമണം. ഇതര സംസ്ഥാന തൊഴിലാളിയടക്കം 2 പേർക്ക് കടിയേറ്റു. നായയ്ക്ക് പേവിഷബാധയേറ്റെന്ന് സംശയം. വൈപ്പിൻ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ 2025-26 അധ്യയന വർഷത്തെ പ്രവർത്തനോദ്ഘാടനവും നാടൻപാട്ട് നാടൻ കലാരൂപ ശില്പശാലയും നടന്നു. മാലിപ്പുറം UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സ്കൂൾ മാനേജർ VA സക്കീർ ഉദ്ഘാടനം ചെയ്തു. തൃശൂരിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് AIYF ജില്ലാ കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. CPI സംസ്ഥാന കൌൺസിൽ അംഗം KK വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. KICB ഓഫീസ് അസോസിയേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള ഊർജ്ജ കേരള അവാർഡ് 2025 അപേക്ഷകൾ ക്ഷണിച്ചു. വൈദ്യുതി മേഖലയെ സംബന്ധിച്ച് പ്രസിദ്ധീകരിച്ച വാർത്തകൾ, ലേഖനങ്ങൾ, ഫീച്ചറുകൾ, വീഡിയോ സ്റ്റോറികൾ തുടങ്ങിയ സൃഷ്ടികൾക്കാണ് അവാർഡ്. വാർത്തകൾ 2023 സെപ്റ്റംബർ 1-നും 2025 ജൂലൈ 1-നും ഇടയിൽ പ്രസിദ്ധീകരിച്ചവായിരിക്കണം. അപേക്ഷകർ ബയോഡേറ്റ, സൃഷ്ടി സംബന്ധിച്ച വിവരങ്ങൾ എന്നിവ info@kcboa.org എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കണം. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്കുമായി സഹകരിച്ച് കേരള പത്രപ്രവർത്തക യൂണിയൻ നടപ്പാക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് സൂപ്പർ ടോപ്പപ്പ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി VN വാസവൻ നിർവഹിച്ചു. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് KP റെജി അധ്യക്ഷനായി. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ മൂക്കന്നൂർ ഏഴാറ്റുമുഖം ഭാഗത്ത് വിത്തൂട്ട് പദ്ധതി നടപ്പിലാക്കി. റോജി M. ജോൺ MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നോക്കാം പ്രധാന അറിയിപ്പുകൾ. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വിജ്ഞാപനം ചെയ്ത ഗുരുവായൂർ ദേവസ്വത്തിലെ വിവിധ തസ്തികകളിലേക്കുള്ള OMR പരീക്ഷ ഈ മാസം 24-ന്. കൂടുതൽ വിവരങ്ങൾക്ക് www.kdrb.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. തിരുവനന്തപുരം നെടുമങ്ങാട് സർക്കാർ പോളിടെക്നിക് കോളേജിൽ 3 വർഷ ഡിപ്ലോമ കോഴ്സിൽ സീറ്റൊഴിവ്. സ്പോട്ട് അഡ്മിഷൻ നാളെ രാവിലെ 9 മണി മുതൽ നടക്കും. സംസ്ഥാന യുവജനക്ഷേമ വകുപ്പ് ബോർഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കേരളോത്സവം 2025 ലോഗോയ്ക്ക് എൻട്രി ക്ഷണിച്ചു. A4 സൈസിൽ മൾട്ടി കളറിൽ പ്രിന്റ് ചെയ്ത എൻട്രികൾ ഈ മാസം 20-നകം നൽകണം. ആലപ്പുഴ പുന്നപ്ര കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറുടെ താൽക്കാലിക തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നെറ്റും MC അല്ലെങ്കിൽ MTech ആണ് യോഗ്യത. താൽപര്യമുള്ളവർ ഈ മാസം 19-ന് രാവിലെ 10 മണിക്ക് കോളേജിൽ നേരിട്ടെത്തണം. പത്തനംതിട്ട മല്ലപ്പള്ളി കെൽട്രോണിൽ വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. PG DCA, DCA, വേർഡ് പ്രോസസിംഗ് ആൻഡ് ഡേറ്റ എൻട്രി, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, ഓഫീസ് ഓട്ടോമേഷൻ, AutoCAD കോഴ്സുകളിലേക്കാണ് സീറ്റൊഴിവ്.
എൻവയോൺമെന്റൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗിന്റെ സഹകരണത്തോടെ കളമശ്ശേരി ITAയിൽ 6 മാസത്തെ തൊഴിൽ പരിശീലന പദ്ധതി ആരംഭിക്കുന്നു. സ്കിൽഡ് വിദ്യാഭ്യാസവും സാങ്കേതിക വൈദഗ്ധ്യവും ലഭ്യമാക്കി തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. താൽപര്യമുള്ളവർ EHSC ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടുക. ദേശീയ വാർത്തകൾ. പാക് ചാരസംഘടനയായ ISIക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയ DRDO കരാർ മാനേജർ അറസ്റ്റിൽ. ഗസ്റ്റ് ഹൌസിന്റെ കരാർ മാനേജറായ മഹേന്ദ്ര പ്രസാദാണ് അറസ്റ്റിലായത്. തമിഴ്നാട്ടിലെ ബിരുദദാന ചടങ്ങിൽ നാടകീയ രംഗങ്ങൾ. ഗവർണറിൽ നിന്ന് സർട്ടിഫിക്കറ്റ് സ്വീകരിക്കാൻ ഗവേഷക വിദ്യാർത്ഥി വിസമ്മതിച്ചു. തിരുനെൽവേലി മനോന്മണിയം സുന്ദരനാർ സർവകലാശാലയിലാണ് സംഭവം. ഡൽഹിയിൽ നീന്തൽ ക്ലാസിനിടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ കൂട്ടബലാത്സംഗത്തിന് ഇരയായി. 2 പേരെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. നരേലയിലാണ് സംഭവം. മുംബൈയിൽ കബൂത്തർഖാന വിവാദത്തിൽ സംഘർഷം. പ്രാവുകൾക്ക് തീറ്റ കൊടുക്കാനുള്ള ദാദറിലെ കബൂത്തർഖാന പൂട്ടിനെതിരെ ജൈനമത വിശ്വാസികൾ നിരാഹാര സമരം തുടങ്ങി. കബൂത്തർഖാനകൾ തുറക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടുമായി മറാഠ ഏകീകരൺ സമിതി പ്രവർത്തകർ രംഗത്തെത്തി. രാജസ്ഥാനിൽ പിക്കപ്പ് വാൻ ട്രക്കുമായി കൂട്ടിയിടിച്ച് 11 പേർ മരിച്ചു. മരിച്ചവരിൽ 7 പേർ കുട്ടികൾ. അപകടമുണ്ടായത് ദൌസയിൽ. സാഗർ ധൻഖർ കൊലപാതക കേസിൽ ഗുസ്തി താരം സുശീൽ കുമാറിന്റെ ജാമ്യം സുപ്രീം കോടതി റദ്ദാക്കി. ഒരാഴ്ചയ്ക്കുള്ളിൽ കീഴടങ്ങാൻ നിർദ്ദേശം. ഡൽഹി ഹൈക്കോടതിയായിരുന്നു സുശീൽ കുമാറിന് ജാമ്യം നൽകിയത്. ഛത്തീസ്ഗഡ് ഭാഡപ്പാരയിൽ ആകാശ ഊഞ്ഞാലിൽ നിന്ന് യുവതി തെറിച്ചു വീണു. 30 അടി ഉയരത്തിലാണ് അപകടമുണ്ടായത്. സുരക്ഷാ ബെൽറ്റ് അഴിഞ്ഞുപോയതാണ് അപകടത്തിന് കാരണം. ഹരിയാന നൂഹിൽ വാഹന പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ വൻ സംഘർഷം. 2 വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. വാഹനങ്ങൾ കത്തിച്ചു. ഉത്തർപ്രദേശിൽ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിക്ക് ദാരുണാന്ത്യം. മാധുരി എന്ന 30-കാരിയാണ് തെരുവു നായ്ക്കൾ കടിച്ചു കീറിയത്. ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിന് സമീപത്തുള്ള നെൽവയലിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. രാജ്യാന്തര വാർത്തകൾ. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപ് പുടിൻ ഉച്ചകോടി അലാസ്കയിലെന്ന് സ്ഥിരീകരിച്ച് വൈറ്റ് ഹൌസ്. അമേരിക്കൻ മണ്ണിലെത്താൻ സന്നദ്ധത കാണിച്ച പുടിന്റെ തീരുമാനം ആദരണീയമെന്ന് ട്രംപ്. യുക്രൈനെ കൂടി പരിഗണിച്ചുകൊണ്ടാകണം സമാധാന ചർച്ചകളെന്ന് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി. അമേരിക്കൻ പ്രസിഡന്റുമായും യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായും വീഡിയോ കോൺഫറൻസിംഗിലൂടെ ചർച്ച നടത്തിയതിനു ശേഷമാണ് സെലൻസ്കിയുടെ പ്രതികരണം. കുവൈറ്റിൽ വ്യാജമദ്യ ദുരന്തത്തിൽ 40 ഇന്ത്യക്കാർ ചികിത്സയിൽ. സ്ഥിരീകരണവുമായി കുവൈറ്റ് എംബസി രംഗത്തെത്തി. വിശദാംശങ്ങൾ കണ്ടെത്താൻ അന്വേഷണം തുടങ്ങി. ഗസയിൽ ഇസ്രായേലി ആക്രമണത്തിൽ 75 പലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു. പട്ടിണി മരണം തടയാൻ ഗസയിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ ധാരാളമായി അയക്കണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങളും ഓസ്ട്രേലിയയും ജപ്പാനും ഉൾപ്പെടെ 25 രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ന്യൂസിലേക്ക് തിരികെ ബിസിനസ് ന്യൂസ്. എണ്ണ വാങ്ങുന്നതിൽ ആഫ്രിക്കയിലേക്കും കണ്ണെറിഞ്ഞ് ഇന്ത്യൻ കമ്പനികൾ. ആഫ്രിക്കയിലെ ഡൻകോട്ടെ ഇൻഡസ്ട്രീസ് ആണ് നൈജീരിയൻ എണ്ണയുടെ വിതരണക്കാർ. ഈ കമ്പനിയുമായി ഇന്ത്യൻ എണ്ണ കമ്പനികൾ വൈകാതെ കരാറിൽ ഏർപ്പെട്ടേക്കുമെന്ന് സൂചനകൾ. മാരൻ കുടുംബത്തിലെ സ്വത്ത് തർക്കം പരിഹരിച്ചതിന് പിന്നാലെ സൺ TV നെറ്റ്വർക്കിന്റെ ഓഹരി വില കുതിച്ചു. ഇന്ന് 2.45% നേട്ടവുമായി 585 രൂപ 90 രൂപയാണ് ഓഹരി വില. IMPS ഇടപാടുകളുടെ സേവന നിരക്ക് SBI പുതുക്കി. 25,000 രൂപ വരെയുള്ള ഓൺലൈൻ ഇടപാടുകൾ സൗജന്യമാണ്. അതിനു മുകളിലുള്ള ഇടപാടുകൾക്ക് സേവന നിരക്ക് ബാധകമാകും. 2 വർഷത്തിനിടെ നിരവധി കമ്പനികൾ രംഗത്തെത്തിയതോടെ മ്യൂച്വൽ ഫണ്ട് വ്യവസായത്തിൽ മത്സരം കടുത്തു. 10 വർഷത്തിലേറെയായി 40 AMCകളാണ് ഉണ്ടായിരുന്നത്. 2 വർഷത്തിനുള്ളിൽ പുതിയ ലൈസൻസുകൾ സെബി നൽകിയതോടെ AMCകളുടെ എണ്ണം 50 ആയി. സ്പോർട്സ് ന്യൂസ്. ICC ഏകദിന ബാറ്റിംഗ് റാങ്കിങ്ങിൽ രോഹിത് ശർമ്മയ്ക്ക് മുന്നേറ്റം. ബാബർ അസമിനെ മറികടന്ന് 2ാം സ്ഥാനത്തെത്തി. ശുഭ്മാൻ ഗിൽ 1ാം സ്ഥാനം നിലനിർത്തി. ICC T20 ബാറ്റേഴ്സ് റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്തേക്ക് ഉയർന്ന് തിലക് വർമ്മ. 1ാം സ്ഥാനത്ത് ഇന്ത്യയുടെ തന്നെ അഭിഷേക് ശർമ്മ. പാകിസ്ഥാനെതിരായ ഏകദിന പരമ്പര സ്വന്തമാക്കി വെസ്റ്റ് ഇൻഡീസ്. 34 വർഷത്തിന് ശേഷമാണ് വിൻഡീസ് പാകിസ്ഥാനെതിരെ ഏകദിന പരമ്പര ജയിക്കുന്നത്.
ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ കളിക്കാനുള്ള ഇന്ത്യൻ നീക്കത്തിനെതിരെ മുൻ താരം ഹർഭജൻ സിംഗ് രാജ്യമാണ് വലുതെന്നും ഒരു മത്സരം ഉപേക്ഷിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ലെന്നും ഹർഭജൻ സിംഗ്. IPL ടീം ലഖ്നൌ സൂപ്പർ ജയൻസുമായി പിരിഞ്ഞ് ഇന്ത്യൻ മുൻ താരം സഹീർ ഖാൻ കഴിഞ്ഞ സീസണിൽ ടീമിന്റെ മെന്ററായിരുന്നു. യുവേഫ സൂപ്പർ കപ്പ് ഫൈനലിലെ PSG ടോട്ടനം പോരാട്ടത്തിന് അല്പസമയത്തിനകം തുടക്കമാകും. 12:30-ക്കാണ് മത്സരം. അർജന്റൈൻ താരം ക്രിസ്ത്യൻ റൊമേറോ ഇംഗ്ലീഷ് ക്ലബ് ടോട്ടനത്തിന്റെ പുതിയ നായകൻ. സൺ ഹ്യൂമിൻ ക്ലബ് വിട്ടതോടെയാണ് റൊമേറോ നായകനായത്. ഇംഗ്ലീഷ് ഫുട്ബോളർ ജാക്ക് ഗ്രിലീഷിനെ എവേർട്ടനായി കളിക്കും. മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് ലോണിലാണ് ഗ്രിലീഷ് എവേർട്ടനിലെത്തിയത്. ഇന്ത്യൻ പരിശീലകനായി ഖാലിദ് ജമീൽ ഒപ്പുവച്ചിരിക്കുന്നത് 2 വർഷത്തെ കരാറിൽ 1 വർഷത്തേക്ക് കൂടി നീട്ടാവുന്ന തരത്തിലുള്ളതാണ് ഈ കരാർ. ബാഡ്മിന്റൺ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പിന്മാറി ഇന്ത്യയുടെ ഗായത്രി ട്രീസ ജോളി സഖ്യം. മലയാളി താരം ട്രീസയുടെ പരുക്കാണ് സഖ്യത്തിന്റെ പിന്മാറ്റത്തിന് കാരണം. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കാനുള്ള ഇന്ത്യയുടെ അപേക്ഷയ്ക്ക് അംഗീകാരം നൽകി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. വേദിക്കായി ഈ മാസം 31-നകമാണ് CWF-ന് മുന്നിൽ ബിഡ് നൽകേണ്ടത്. കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. ഉർവശിയും ജോജു ജോർജും അഭിനയിക്കുന്ന ആശ എന്ന സിനിമയുടെ ചിത്രീകരണം തുടങ്ങി. കാലടിയിലും പരിസര പ്രദേശങ്ങളിലുമായാണ് ചിത്രീകരണം നടക്കുന്നത്. അർജുൻ അശോകൻ നായകനാകുന്ന തലവര ഈ മാസം 22-ന് തിയേറ്ററുകളിലെത്തും. മഹേഷ് നാരായണനും ഷെബിൻ ബക്കറും ചേർന്ന് നിർമ്മിക്കുന്ന സിനിമ അഖിൽ അനിൽകുമാറാണ് സംവിധാനം ചെയ്യുന്നത്. മാധവ് സുരേഷ് നായകനായ കുമ്മാട്ടിക്കളി യൂട്യൂബിൽ റിലീസ് ചെയ്യുന്നു. തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തി 1 വർഷമാകുമ്പോഴാണ് കുമ്മാട്ടിക്കളി യൂട്യൂബിൽ എത്തുന്നത്. നവാഗതനായ പോൾ വർഗീസ് സംവിധാനം ചെയ്യുന്ന കാട്ടാളൻ എന്ന സിനിമയുടെ ചിത്രീകരണം ഈ മാസം 22-ന് തുടങ്ങും. പാൻ ഇന്ത്യൻ ചിത്രമായി അവതരിപ്പിക്കുന്ന ഈ ചിത്രം 45 കോടിയോളം രൂപയിലാണ് ഒരുങ്ങുന്നത്. ഫാക്ട് ചെക്ക്. കണ്ണൂർ ജില്ലയിൽ ശർക്കര നിരോധിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ഉത്തരവിറക്കി എന്ന വാദത്തോടെ വാട്സാപ്പിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജം. നിലവിൽ ജില്ലയിൽ നിരോധനം ഇല്ലെന്നും സന്ദേശം വർഷങ്ങൾക്ക് മുൻപ് ഉള്ളതാണെന്നും അധികൃതർ അറിയിച്ചു. നാളെ അറിയാൻ. വനിതാ കമ്മീഷൻ എറണാകുളം ജില്ലാതല അദാലത്ത് നാളെയും തുടരും. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് അദാലത്ത്. വോട്ട് കൊള്ളയ്ക്കെതിരായ പോരിൽ രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യവുമായി കോൺഗ്രസിന്റെ ഫ്രീഡം നൈറ്റ് മാർച്ച്. നാളെ എല്ലാ DCC-കളുടെയും നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കും. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് KC വേണുഗോപാൽ നിർവഹിക്കും. തിരുവനന്തപുരം കണ്ടല ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാഷൻ ടെക്നോളജിയിൽ 1-ാം വർഷ കോഴ്സിൽ സീറ്റൊഴിവ്. സ്പോട്ട് അഡ്മിഷൻ നെയ്യാറ്റിൻകര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നാളെ ഉച്ചയ്ക്ക് 12:30-ന്. കൊല്ലം നെടുമൺകാവ് പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് നാളെ മുതൽ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു. വാഹനങ്ങൾ നെടുമൺകാവ് പാലം, വഞ്ചിമുക്ക്, അറക്കടവ് പാലം, താന്നിമുക്ക് വഴി തിരിഞ്ഞു പോകണം. ഇപ്പോൾ കിട്ടിയത്. അമേരിക്കയിലെ ഇൻഡ്യാനയിൽ ക്ഷേത്രത്തിന് നേരെ അതിക്രമം. ഗ്രീൻവുഡ് സിറ്റിയിലെ ബാബ്സ് സ്വാമിനാരായണൻ ക്ഷേത്രത്തിന്റെ നാമഫലകം അക്രമികൾ കേടുവരുത്തുകയായിരുന്നു. ഗസയിൽ 3 കുട്ടികളടക്കം 8 പേർ കൂടി പട്ടിണി മൂലം മരിച്ചു. ഇതോടെ പട്ടിണി മരണം 106 കുരുന്നുകളുടെ അടക്കം 235ആയി. ഗസയിൽ അഭയാർത്ഥി ക്യാമ്പിൽ ബോംബിട്ട് ഇസ്രയേൽ. 5 അഭയാർത്ഥികൾ കൂടി കൊല്ലപ്പെട്ടു. 100 ന്യൂസ് പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.